പക്ഷെ അവൻ വിചാരിച്ചതുപോലെയല്ല നടന്നത്. പോലീസ് കൊണ്ടുവന്ന മീഡിയക്കാർ അവർ പറഞ്ഞതുപോലെ വാർത്ത വിട്ടില്ല. പക്ഷെ കൂടെ വന്ന ഒരു മീഡിയ എക്സ്ക്ലൂസീവ് പോലെ വാർത്ത പുറത്താക്കി. അവരുടേതായ പൊടിപ്പും തൊങ്ങലും ചേർത്ത്, സാറേ, ഇത് കുഴപ്പം പിടിച്ച കേസാണ്. അയാൾ വലിയ ബിസിനസ് മാഗ്നറ്റാണ്. പരിങ്ങി നിന്ന അസിസ്റ്റന്റ് ജിയെ നോക്കി ഉടമ കണ്ണുരുട്ടി. ഇത്രയും കാലം എൻ്റെ കാശ് വാങ്ങി ഏതെങ്കിലും നല്ല വാർത്ത കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതിപ്പോൾ ആർക്കും കിട്ടാത്ത വാർത്ത കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും പിടിച്ചു കയറാൻ നോക്കുമ്പോൾ മുടക്കുന്നു. അരമണിക്കൂർ കൊണ്ട് വാർത്ത എഡിറ്റ് ചെയ്ത് വായിക്കാനിരുന്നു. ഇപ്പോൾ കിട്ടിയ വാർത്ത, പ്രമുഖ ബിസിനസ്സുകാരനും കഴിഞ്ഞ വർഷത്തെ മികച്ച ബിസിനസ്മാൻ ഐക്കൺ അലോഷി നെല്ലിക്കടൻ വിവാഹിതനായി. നെല്ലിക്കടൻ ഗ്രൂപ്പ്സ് ഓഫ് കമ്പനിയുടെ MD-യാണ് അലോഷി. തൻ്റെതായ പരിശ്രമം കൊണ്ട് ബിസിനസ് കെട്ടിപ്പടുത്ത ആൾ ഒരു മാതൃകയാണ്. അനാഥയായ ഒരു പെൺകുട്ടി ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടാണ് അലോഷി മാതൃകയായത്. ബിസിനസ്സിൽ തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച അലോഷി ജീവിതത്തിലും വ്യത്യസ്തത പുലർത്തി. വാർത്ത പിന്നെയും നീണ്ടു. വാർത്ത അറിഞ്ഞ പല മീഡിയകളും വാർത്ത കൊടുത്ത് മീഡിയയെ വിളിച്ച് അന്വേഷിച്ചു. കാട്ടുതീ പോലെ വാർത്ത പടർന്നു. അതിവേഗം വാർത്ത എല്ലാ മീഡിയകളും ഏറ്റെടുത്തു. അനാഥയായ പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് ക്ഷണിച്ച അലോഷിയെ പുകഴ്ത്തിക്കൊണ്ടാണ് വാർത്തകൾ വന്നത്. താരപരിവേഷത്തിലിരിക്കുന്ന അലോഷിയുടെ ഇന്റർവ്യൂകളിലെ ഫോട്ടോസും ചില മീഡിയകൾ പുറത്തുവിട്ടു. പ്രമുഖ ബിസിനസ്സുകാരനും കഴിഞ്ഞ വർഷത്തെ മികച്ച ബിസിനസ്മാനുമായ അലോഷി നെല്ലിക്കടൻ വാർത്തകളിൽ നിറഞ്ഞു നിന്നു. നെല്ലിക്കാട്ടിലെ പെണ്ണിന്റെ വീടുകളിലേക്ക് പോയി വന്ന് വിശേഷങ്ങൾ പറഞ്ഞ് ഇരിക്കുകയാണ് എല്ലാവരും. ഹാൾ തന്നെയുണ്ട്. അപ്പോഴാണ് അജുവിന്റെ ഫോൺ റിങ് ചെയ്തത്. ലില്ലിക്കുട്ടി. സ്ക്രീനിൽ തെളിഞ്ഞ പേര് കണ്ട് അജു ചിരിയോടെ ഫോൺ എടുത്തുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി. ഇച്ചയൻ വീട്ടിലാണോ? അപ്പുറത്തുനിന്നും അവളുടെ പരിഭ്രമം സ്വരം കേട്ടു അജു. അതെ, എന്നാടി? അവൻ ചോദിച്ചു. ദേ, ഈച്ചായ TV-യിൽ ഫ്ലാഷ് ന്യൂസ് പോകുന്നുണ്ട്. ആലോഷിച്ചയൻ വാക്കുകൾ മുഴുവനാക്കാതെ നിർത്തി ലില്ലിക്കുട്ടി. എന്നതാടി? ഈച്ചായന് എന്നാ പറ്റി? അതൊരു അലർച്ചയായിരുന്നു. ഏയ്, പേടിക്കാനൊന്നുമില്ല. നിങ്ങളെ ഈച്ചായൻ നൈസായിട്ട് പെണ്ണ് കെട്ടി. TV-യിൽ ഫ്ലാഷ് പോകുന്നുണ്ട്, വെച്ച് നോക്ക്. പരിഹാസ ചിവിയുടെ ലില്ലിക്കുട്ടി പറഞ്ഞു. നീ എന്നാ പറഞ്ഞത്? ഇച്ചയൻ? അവൻ്റെ സ്വരം തൊണ്ടയിൽ കുരുങ്ങി. പോയി TV വെച്ച് നോക്ക് മനുഷ്യ. ലില്ലി പറഞ്ഞിട്ട് ഫോൺ വെച്ചു. അകത്തേക്ക് ഓടിക്കയറി അജു വരുമ്പോൾ ഓരോരുത്തരെയും ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. എന്നതാ, എല്ലാ ഫോണും ഒന്നിച്ചാണോ അടിക്കുന്നത്? അമ്മച്ചി ചിരിയോടെ ചോദിച്ചു. എല്ലാ ഫോണും ഒന്നിച്ചടിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അമ്മാതിരി ചെയ്തല്ലേ ചെയ്തത്. ആരും ഫോൺ എടുക്കണ്ട, TV-യിലുണ്ട് എല്ലാം. പറഞ്ഞിട്ട് TV ഓൺ ആക്കി അജു. വാർത്താ ചാനൽ വെച്ചു. അലോഷിയുടെ ഫോട്ടോ കണ്ട് എല്ലാവരും അമ്പരുന്നു. അല്ല, ദേ, ഇച്ചൻ TV-യിൽ ചാരു ഒന്ന് കുലുങ്ങിയിരുന്നു. എല്ലാവരും വാർത്ത ശ്രദ്ധിച്ചു. പ്രമുഖ ബിസിനസ്മാൻ അലോഷി നെല്ലിക്കടൻ വിവാഹിതനായി. എല്ലാവർക്കും മാതൃകയായ ബിസിനസ് ഗ്രൂപ്പായിരുന്നു നെല്ലിക്കാട്ടിൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. അതേ വ്യത്യസ്തത തന്നെയാണ് തൻ്റെ ജീവിതത്തിലും അലോഷി പകർത്തിയത്. അനാഥയായ പെൺകുട്ടി ജീവിതത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടാണ് അലോഷി മാതൃകയായത്. പാലക്കാടുള്ള ഒരു പെൺകുട്ടിയാണ് അലോഷി വിവാഹം കഴിച്ചത്. കൂടുതൽ വിശദമായ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. വൈകാതെ അലോഷി നെല്ലിക്കാടൻ ഈ വിവരം അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റു വാർത്തകളിലേക്ക്. വാർത്തകൾ വീണ്ടും തുടർന്നുകൊണ്ടിരുന്നു. അമ്മച്ചിയുടെ മുഖത്തൊഴികെ ബാക്കി എല്ലാ മുഖങ്ങളിലും അമ്പരപ്പും അതിലേറെ വിഷമവും നിറഞ്ഞു. ആ പെണ്ണ് തന്നെയാകും. എൻ്റെ കർത്താവേ, ഞാനിനി എന്നാ ചെയ്യും? 100 വട്ടം ഞാൻ പറഞ്ഞതാണ് കുരുത്തം കെട്ട പെണ്ണി കുടുംബത്തിൽ കേറ്റരുതെന്ന്. ആര് കേൾക്കാൻ? കണ്ടില്ലേ, കുടുംബത്തിൻ്റെ മൂത്ത മരുമകളായി എവിടെയോ കിടന്ന അവളെ. എൻ്റെ മാതാവേ, എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി പോയല്ലോ. സൂസി നെഞ്ചത്തടിച്ച് നിലവിളിച്ചു. ഞാൻ അവൻ്റെ ഉള്ളം കണ്ടിട്ട് തന്നെയാണ് പറഞ്ഞത്. ഇപ്പോൾ എന്തായി? അനുഭവിച്ചു. ഹോം നേഴ്സാണ് പോലും. വേലക്കാരിയായി വന്നവൾ വീട്ടുകാരിയായില്ലേ? ലിസി അമ്മച്ചിയെ നോക്കി ചോദ്യം എറിഞ്ഞു. വിനുവിൻ്റെ മുഖം വല്ലാതെ വിളറി വെളുത്തു. മനസ്സിൽ എവിടെയോ കയറിക്കൂടിയ പെണ്ണ് ഏട്ടത്തിയായി മാറിയിരിക്കുന്നു. സാരില്ല, എന്നാലും അവൾക്കൊരു ജീവിതം കൊടുക്കാൻ ഇച്ചന് മനസ്സ് തോന്നിയല്ലോ. അതിൽ ആശ്വാസം കണ്ടെത്തിയവനും. ജിനു കവിളിലൊന്ന് തലോടി. തൻ്റെ പ്രതികാരം തീർക്കാൻ കഴിഞ്ഞില്ല. ഇനി അവളുടെ അടുത്തേക്ക് പോയാൽ ഈച്ചൻ പച്ചയ്ക്ക് കത്തിക്കും. കർത്താവേ, ഇനി ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞു കൊടുക്കോ? അവൻ്റെ ഉള്ളിൽ ഭയം നിഴലിച്ചു. എന്നാൽ അജിയുടെ മുഖം ശാന്തമായിരുന്നു. പാവം പിടിച്ച ഒരു പെണ്ണിന് ജീവിതം കൊടുക്കാൻ ഈച്ചന് മനസ്സ് തോന്നിയല്ലോ. അതായിരുന്നു അവൻ്റെ ചിന്ത. ചാരു വളരെ സന്തോഷത്തിലാണ്. തൻ്റെ മറ്റ് ഏട്ടത്തിമാരെക്കാൾ സുന്ദരിയാണ് ചന്ദന. എൻ്റെ ഈച്ചന് പറ്റിയ പെണ്ണ് തന്നെ. അവളുടെ സന്തോഷം മുഖത്ത് കാണാമായിരുന്നു. എന്നത് അമ്മച്ചി മിണ്ടാതിരിക്കുന്നത്? അവന് തലയിൽ വെച്ച് നടന്നിട്ട് ഇപ്പം എന്തായി? എല്ലാത്തിനും അമ്മച്ചി തന്നെയാണ് വളം വെച്ചത്. ആ പെണ്ണിനെ അന്നേ പറഞ്ഞു വിടണമായിരുന്നു. എങ്ങനെ നാട്ടുകാരുടെ മുഖത്ത് നോക്കും? അലക്സി അമ്മച്ചിയെ ദേഷ്യത്തിൽ നോക്കി. വല്യപ്പച്ചനും അത് ഞെട്ടൽ തന്നെയായിരുന്നു. എന്താ ഇതിനിടയ്ക്ക് സംഭവിച്ചെന്ന് അറിയുന്നില്ല. അതെ,
അമ്മ ചെന്ന ഹോസ്പിറ്റലിൽ നിന്നും അവളെ പുറത്താക്കിയെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. ഞങ്ങളെല്ലാവരും ഉണ്ടായിട്ടും ഒരു ഹോം നേഴ്സിനെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ എന്തായി? കുടുംബത്തിലെ തിളയെ തന്നെ എടുത്തില്ല അവള്. ഏത് ജാതിയാണ് എന്താണെന്ന് ആർക്കറിയാം. ജോണിയുടെ വകയായിരുന്നു അടുത്തത്. ഫോണുകൾ മാറി മാറി അടിക്കുന്നുണ്ട്, ആരും എടുക്കുന്നില്ല. പറഞ്ഞു കഴിഞ്ഞോ എല്ലാവരുടെയും? അമ്മച്ചിയുടെ ഗൗരവത്തോടെയുള്ള സ്വരം കേട്ട് എല്ലാവരും നിശബ്ദമായി. എന്നാ നിങ്ങളെല്ലാവരും അറിയാൻ വേണ്ടി പറയുക, എൻ്റെ മോൻ എന്നോടെല്ലാം പറഞ്ഞിരുന്നു. അവളെ കൈവിടരുതെന്ന് ഞാനാണ് അവനോട് പറഞ്ഞത്. കൂടെ ആരും ഇല്ലാതെ ഒറ്റപ്പെടുന്നതിൻ്റെ വേദന ഒറ്റപ്പെടുന്നവർക്ക് നന്നായിട്ട് അറിയാം. അതറിയണമെങ്കിൽ അങ്ങനെ ആകണം. കോടതിയിൽ വെച്ച് അവളെ അനാഥാലയത്തിലേക്ക് തള്ളിവിടാൻ എൻ്റെ മോന് കഴിഞ്ഞില്ല. കാരണം അവൻ്റെ ഉള്ളിൽ നല്ലൊരു മനുഷ്യനുണ്ട്. കോടതിയെ ബോധിപ്പിക്കാനായിട്ടാണെങ്കിലും അവൻ അവളുടെ കഴുത്തിൽ താലിയും കെട്ടിയിരുന്നു. പക്ഷെ പിന്നീട് ഊരി മാറ്റാമെന്നാണ് അവൻ ധരിച്ചത്. അതിനെ അവൾ സമ്മതിച്ചില്ല. പിന്നെ അവൻ്റെ മനസ്സിൽ അവളോട് എപ്പോഴോ തോന്നിയൊരിഷ്ടം. നിങ്ങളുടെ വിവാഹം കഴിയാൻ വേണ്ടി കാത്തു നിന്നതാണ് അവൻ. ഇനി ഇതിൻ്റെ പേരിൽ നിങ്ങൾക്കും ഒരു പ്രശ്നവും ഇല്ലാതിരിക്കാൻ മോൻ ചോദിച്ചില്ലേ അവൾ ഏത് ജാതിയാണ്? മനുഷ്യജാതി. ഈ സമൂഹത്തിൽ നമ്മളെപ്പോലെ തന്നെ ജീവിക്കുന്ന മനുഷ്യജാതി. എൻ്റെ മോൻ തെറ്റ് ചെയ്തിട്ടില്ല, എന്നോട് എല്ലാം പറഞ്ഞിരുന്നു. അമ്മച്ചി പറയുന്നത് കേട്ട് അതുവരെ ഇരുന്ന അപ്പച്ചൻ പെട്ടെന്ന് എഴുന്നേറ്റ് കൈവീശി ഒറ്റയടിയായിരുന്നു അമ്മച്ചിയുടെ കവളിൽ. അമ്മച്ചി അടക്കം എല്ലാവരും ഞെട്ടിത്തരിച്ച് നിന്നുപോയി. ഇത് എന്തിനാണെന്ന് നിനക്ക് മനസ്സിലായോ? വല്ലാത്തൊരു ഭാവത്തിൽ അപ്പച്ചൻ ചോദിച്ചു. അമ്മച്ചി ഇരുവശത്തേക്കും തല വെട്ടിച്ചു. നിന്നെ താലി കെട്ടി ഞാൻ കൂടെ കൂട്ടിയത് എൻ്റെ ജീവിതത്തിലേക്കായിരുന്നു, അല്ലാതെ വേലക്കാരിയായിട്ടല്ല. അവൻ ചെയ്തത് എന്നാ പണിയാണ്? കെട്ടിയ പെണ്ണിനെ വേലക്കാരിയാക്കി കുടുംബത്തിൽ നിർത്തിയിരിക്കുന്നു. അവളെ കുറ്റപ്പെടുത്താൻ ചിലരും കെട്ടിയ പെണ്ണിനെ കൂടെ നിർത്തണം. എന്ത് പ്രതിസന്ധി വന്നാലും അവനെ കൂടെ പിടിക്കാൻ നീയും. എന്നോട് ഒരു വാക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോൾ ഉണ്ടായ മാനക്കേട് ഒഴിവാക്കാമായിരുന്നു. അന്തസ്സോടെ ഇവിടേക്ക് അവളെ കൈ പിടിച്ച് കയറ്റാമായിരുന്നു. എല്ലാവരുടെയും മുന്നിൽ കെട്ടിയ പെണ്ണിനെ വേലക്കാരിയാക്കി നിർത്തി. അരിശം കൊണ്ട് ചുവന്നു അപ്പച്ചൻ. അപ്പച്ചനെ അത്ര ദേഷ്യത്തിൽ ആദ്യം കാണുകയാണ് ആ വീട്ടിലുള്ളവർ. പൊതുവെ ശാന്തസ്വരൂപനായിരുന്നു അപ്പച്ചൻ. അമ്മച്ചിക്ക് തെറ്റും മനസ്സിലായി. അവരുടെ കണ്ണുകൾ നിറഞ്ഞു. നീ എന്നു മുതലാണ് കൊച്ചെ എന്നോട് മറച്ചു പിടിക്കാൻ പഠിച്ചത്? അപ്പച്ചൻ്റെ ചോദ്യം ഇടറിപ്പോയി. അമ്മച്ചിയുടെ നെഞ്ചിൽ കൊണ്ടുവത്. ഞാൻ അവൻ്റെ അവസ്ഥ ഓർത്തുകൊണ്ട് പറയാതിരുന്നതാണ്. ഇവന്മാരുടെ വിവാഹം കഴിയട്ടെ എന്ന് അമ്മച്ചി വിക്കിക്കൊണ്ട് പറഞ്ഞു. ശരി, ഇനി ഇതിനെക്കുറിച്ച് ഒരു ചർച്ച വേണ്ട. കഴിഞ്ഞത് കഴിഞ്ഞു. പത്രക്കാർ അറിഞ്ഞ സ്ഥിതിക്ക് നാട് മൊത്തം അറിഞ്ഞു കാണും. ഇനി അവരെ സ്വീകരിക്കുക അല്ലാതെ ഒരു മാർഗവുമില്ല. എന്തായാലും ഇത് ലീക്കാക്കാനുള്ള കാരണം അലോഷി വന്നാലേ അറിയൂ. അതുകൊണ്ട് അവൻ വരട്ടെ. മോനെ അജു, അവനെ ഒന്ന് വിളിക്കേ, എനിക്ക് സംസാരിക്കണം. എല്ലാവരും അറിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ഓർത്ത് വിഷമിച്ച് കാണും എൻ്റെ കുഞ്ഞ്. ഒരു കാലത്ത് ഈ പ്രതിസന്ധിയിലൂടെ നടന്നു നീങ്ങിയവനാണ് ഞാനും. ബന്ധുക്കളിൽ നിന്നും ഒളിച്ചോടി എത്തിയത് ഈ നാട്ടിലാണ്. ഇന്ന് ബന്ധുക്കളുടെ വില നന്നായി അറിയുന്നവൻ. അവനെ ഒറ്റയ്ക്കാക്കി എൻ്റെ വിധി അവന് വരാൻ പാടില്ല. എന്തുണ്ടായാലും അവനോട് തിരിച്ചു വരാൻ പറയണം. വല്യപ്പച്ചന് തീരുമാനം മുറച്ചതായിരുന്നു. വല്യമ്മച്ചിയുടെ മുഖത്ത് ചിരി തിരിഞ്ഞു. അപ്പച്ചൻ പറയുന്നത് കേട്ടപ്പോൾ അലക്സിക്കും ചെറിയൊരു സഹതാപം തോന്നി മകനോട്. എന്തായാലും നല്ല പ്രവൃത്തിയാണല്ലോ അവൻ ചെയ്തത്. ഒരു അനാഥ പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് കൂട്ടുക എന്നത് അവനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. പ്രത്യേകിച്ച് ഉയർന്ന പൊസിഷനിൽ നിൽക്കുമ്പോൾ ഒരു മനുഷ്യനായി ചിന്തിച്ചല്ലോ തനിക്ക് അഭിമാനിക്കാം. എന്നാൽ സൂസി അപ്പോഴും ഓരോന്നും പദം പറഞ്ഞ് കരയുകയാണ്. കൂടെ ആശ്വസിപ്പിക്കാൻ എന്നതുപോലെയാണെങ്കിലും എരുതിയിൽ എണ്ണ പകർന്നുകൊണ്ട് ലിസിയും. കരഞ്ഞു കലങ്ങിയ കണ്ണുകളോട് ചന്ദന അലോഷിയുടെ നെഞ്ചിൽ കിടക്കുകയാണ്. അവളെ തേങ്ങൽ ഉയർന്നു കേൾക്കാം. ദേ ചന്ദന, കുറേ സമയം കൊണ്ട് ഞാൻ പറയുന്നു, ഇനി നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു കൂട്ടും. അലോഷി ശബ്ദമുയർത്തി. വാർത്ത ലീക്കായപ്പോൾ തൊട്ട് ഫോണിൽ ഓരോരുത്തരും വിളിക്കുന്നു, ആശംസകൾ നേർന്നുകൊണ്ട്. ആദ്യം വാർത്ത അറിഞ്ഞു വിളിച്ചത് വക്കീലായിരുന്നു. അപ്പോഴാണ് വാർത്ത പുറത്തു വന്നു എന്നത് അലോഷി അറിയുന്നത്. വാർത്ത പുറം ലോകം അറിഞ്ഞു എന്നറിഞ്ഞപ്പോൾ മുതൽ തുടങ്ങിയതാണ് പെണ്ണ് കരയാൻ. ഇതുവരെ നിർത്തിയിട്ടില്ല. ഫോൺ അവസാനം സൈലൻ്റാക്കി വെച്ചു അവൻ. വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എല്ലാത്തിലും മെസ്സേജിൽ നീണ്ട നിരയാണ്. വീട്ടിൽ അറിഞ്ഞു കാണുമെന്ന് ഉറപ്പായിരുന്നു അവന്. ആരും വിളിക്കുന്നില്ല എന്നത് അവനിൽ അതിശയമുണർത്തി. അപ്പോഴാണ് ഫോൺ ലൈറ്റ് വീണ്ടും മിന്നിയത്. അജു കോളിംഗ്. അലോഷി പറഞ്ഞുകൊണ്ട് അവളെ പിടിച്ചു മാറ്റി ഫോൺ എടുത്ത് ചെവിയോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ബാൽക്കണിയിലേക്ക് നടന്നു. ഹലോ, അവൻ ചോദിച്ചപ്പോൾ അപ്പുറത്തുനിന്നും വല്യപ്പൻ്റെ സ്വരമാണ് കേട്ടത്. അലോഷി, നീ എവിടെയാണെങ്കിലും ഇന്ന് നേരം വെളുക്കുന്നതിന് മുൻപ് ഇവിടെ എത്തണം. ബാക്കിയെല്ലാം വന്നിട്ട് കൂടെ അവളെയും കൂട്ടിക്കോ. പറഞ്ഞത് ഫോൺ ഡിസ്കണക്റ്റായി. അലോഷി ഞെട്ടി നിന്നുപോയി. വല്യപ്പച്ചൻ്റെ സ്വരം ഇത്രയും കടുത്ത് താൻ കേട്ടിട്ടില്ല ഇതുവരെ. വേറെ ആരും വിളിക്കുന്നുമില്ലല്ലോ. വീട്ടിലെ സ്ഥിതിഗതികൾ അറിയാൻ എന്ത് ചെയ്യും? അലോഷി തല പുകഞ്ഞാലോചിച്ചു. ചാരുമോളെ വിളിക്കാം.
പെട്ടെന്ന് അവൻ്റെ മനസ്സിൽ തെളിഞ്ഞ രൂപം അവളുടെയായിരുന്നു. അലോഷി ഫോൺ എടുത്ത് ചാരുമോളെ വിളിച്ചു. ആദ്യം എടുത്തില്ല. രണ്ടാമത്തെ റിംഗ് തീരുന്നതിന് മുൻപ് ഫോൺ എടുത്തു. അടക്കി പിടിച്ചാണ് അവൾ സംസാരിക്കുന്നത് എന്ന് മനസ്സിലായി അവന്. കള്ളൻ, പണി പറ്റിച്ചു അല്ലേ? എന്നോടെങ്കിലും ഒരു വാക്ക് പറയാമായിരുന്നു രണ്ടാൾക്കും. മിണ്ടണ്ട, ഞാൻ പിണക്ക. ചാരു മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. മോളെ, എല്ലാം മിച്ചൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി, അതല്ലേ മോളെ? ഇല്ലെങ്കിൽ മോളോട് പറയുമായിരുന്നു. അവന്മാരുടെ വിവാഹം കഴിയട്ടെ എന്ന് വിചാരിച്ചതാണ്. മോളെ പ്ലീസ് പിണങ്ങല്ലേ, എൻ്റെ പൊന്നല്ലേ. പറഞ്ഞതുപോലെ ഒരു ഐഫോൺ വാങ്ങിത്തരാം ഇച്ചായം വന്നിട്ട്. ഇപ്പോൾ അവിടുത്തെ സ്ഥിതിഗതികൾ ഒന്ന് പറഞ്ഞതാ മോളെ. പേടിയുണ്ടായിട്ടല്ല എനിക്ക്, പക്ഷേ ഇവിടെ ഒരുത്തി നേരം കുറേ കരയാൻ തുടങ്ങിയിട്ട്. അവളൊരു ആശ്വാസത്തിന് വേണ്ടിയാണ്. ഫോണിലൂടെ കെഞ്ചി അവൻ. ഇച്ചായം പേടിക്കണ്ട, ഇവിടെയെല്ലാം സെറ്റാണ്. പിന്നെ സൂസി അമ്മച്ചി കടുംപിടുത്തത്തിലാണ്, എൻ്റെ അമ്മയും. ബാക്കി എല്ലാവരും ഒരുവിധം സെറ്റായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ വല്യപ്പച്ചൻ്റെ ഭാവത്തിൽ എന്താണെന്ന് പറയാൻ ഒരു നിവൃത്തിയുമില്ല. വിളിച്ചപ്പോൾ പറഞ്ഞത് കേട്ടല്ലോ അല്ലേ? ചാരു തിരിച്ച് ചോദിച്ചു. അതിലെന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നി മോളെ, അതാണ് ഞാൻ നിന്നെ വിളിച്ചത്. അലോഷി ചോദിച്ചു. ഈച്ചേൻ്റെ കൊച്ചിന് കവിളത്ത് ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട് വല്യപ്പച്ചൻ. എല്ലാം അറിഞ്ഞിട്ടും പറയാതിരുന്നതിന് വല്യപ്പച്ചനോട് പറയാമായിരുന്നു എന്നാണ് പറയുന്നത്. എന്നതായാലും കൊച്ചിന് ഒന്ന് കിട്ടിയിട്ടുണ്ട്. ഈച്ചാനും അത് പ്രതീക്ഷിച്ച് വന്നാൽ മതി. ചാരു പറഞ്ഞത് കേട്ടപ്പോൾ ഞെട്ടിത്തരിച്ച് നിന്ന് പോയി അലോഷി. ത്രേസ്യ കൊച്ചിനെ വല്യപ്പച്ചൻ തല്ലിയെന്നോ ഒന്ന് നുള്ളി നോവിച്ചിട്ട് പോലുമില്ല ഇതേവരെ. എൻ്റെ അറിവിൽ സ്നേഹിക്കുകയാണെങ്കിൽ അവരെ പോലെ സ്നേഹിക്കണമെന്നാണ് ശരിക്കും മാതൃകയാകേണ്ടവർ. ഇതിപ്പോൾ എനിക്ക് വേണ്ടി പാവൻ്റെ കൊച്ച്. അവൻ്റെ ഉള്ളിൽ നേറി. എന്നതായാലും ഇച്ചൻ വേഗം പുറപ്പെട്ടു, ഇല്ലെങ്കിൽ ശരിയാകത്തില്ല. ചാരു പറഞ്ഞു. ശരി മോളെ, ഒരു 1.5 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ അവിടെ എത്തും പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു അലോഷി അകത്തേക്ക് കയറി. അപ്പോഴും ബെഡിൽ കിടന്ന് കരയുകയാണ് ചന്ദന. ചന്ദന, വേഗം വാ, നമുക്ക് ഇറങ്ങാം. വിളിച്ചത് വല്യപ്പച്ചനാണ്. എത്രയും പെട്ടെന്ന് അവിടെ ചെല്ലാൻ. എന്തായാലും ഇന്നത്തോടെ എല്ലാം തീരുമാനമാകും. എന്തായാലും ഫേസ് ചെയ്തല്ലേ പറ്റൂ. ഒളിച്ചുകളി അവസാനിപ്പിക്കാം. അലോഷി പറഞ്ഞു കേട്ട് മിഴികൾ ഉയർത്തി ചന്ദന അവനെ നോക്കി കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ. ടി വിയിൽ വാർത്ത കണ്ട് ആകെ ചുവന്ന മുഖത്തോടെ ഇരിക്കുകയാണ് ജാനി. അവൻ രജിസ്റ്റർ മാരേജ് ചെയ്ത് കാണുമെന്ന സ്വപ്നത്തിൽ പോലും അവൾ വിചാരിച്ചിരുന്നില്ല. അവിഹിതത്തിൻ്റെ പേരിൽ അവനെ നാറ്റിക്കാമെന്നാണ് വിചാരിച്ചത്. ഇതിപ്പോൾ വീണ്ടും പന്ത് കറങ്ങിത്തിരിഞ്ഞ് അവൻ്റെ കോട്ടിൽ തന്നെ എത്തി. അവനെ നാറ്റിക്കാൻ പുറപ്പെട്ട തനിക്ക് തെറ്റുപറ്റി. മീഡിയ മുഴുവനും അവനെ സ്തുതി പാടുകയാണ്. തിടുക്കത്തിൽ ഒന്നും ചെയ്യേണ്ടിയിരുന്നില്ല. അവൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ശത്രുക്കളെ ഉണ്ടാക്കാമായിരുന്നു. അതും നടന്നില്ല. വീട്ടിൽ ഒരു പൊട്ടിത്തെറിയാകാമായിരുന്നു. ഇപ്പോൾ അവൾ ഭാര്യയാണെന്ന് എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് ഇനി അനിയന്മാർ അവളെ ഏട്ടത്തെയും മാത്രമേ കാണൂ. ഓർക്കുന്തോറും ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയിലായി ജാനി. അവനെ തനിക്ക് കിട്ടുകയുമില്ല. സ്വയം തലമുടി പിടിച്ചു വലിച്ചവൾ വല്ലാത്തൊരു ഭാവത്തോടെ. ജഗൻ, അവൻ നാളെ ഇറങ്ങിയാലും ഇനി അവന് എന്ത് ചെയ്യാൻ? എല്ലാം കളഞ്ഞു കുടിച്ചിലെത്താൻ അവൾക്ക് ദേഷ്യം വന്നു. റൂമിലുണ്ടായിരുന്ന ബാറ്റ് വലിച്ചെടുത്ത ടി വി ലക്ഷ്യമാക്കി എറിഞ്ഞു അവൾ. വലിയ ശബ്ദത്തോടെ ടിവിയുടെ സ്ക്രീൻ നിലത്ത് വീണ് ചിതറി. വിവരം പറഞ്ഞ് ഷാനു എത്തിയിരുന്നു. അവനോട് സംസാരിച്ചിരുന്നു അലോഷി കുറച്ച് സമയം. ചന്ദന അപ്പോഴേക്കും മുഖം കഴുകി ഫ്രഷായി വന്നു. എന്നാൽ പിന്നെ യാത്രയില്ല, പോയിട്ട് വരാം. ഷാനുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ. എടാ, ഒരു പേടിയും പേടിക്കരുത്. വീട്ടിൽ നിന്നും ഇറക്കി വിടുകയാണെങ്കിൽ ധൈര്യസമേതം ഇവിടേക്ക് പോരെ, ഞാനുണ്ട് ഇവിടെ. ഷാനു അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ ചെറുതായി നിറഞ്ഞിരുന്നു. പെങ്ങളെ, വിഷമിക്കരുത് കേട്ടോ, ഞങ്ങളൊക്കെ ഉണ്ട്. ചന്ദനയെ നോക്കി പറഞ്ഞു അവൻ. 3 പേരും ഒരുമിച്ചാണ് ഫ്ലാറ്റിൽ നിന്നും ഇറങ്ങിയത്. പോകുന്നത് വരെ ഷാനു നോക്കി നിന്നും. ചന്ദന ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ്. നീ ഇങ്ങനെ പേടിക്കില്ല ചന്ദന, എന്തായാലും നേരിട്ടേ പറ്റും. ഇന്നല്ലെങ്കിൽ നാളെ അറിയേണ്ടതല്ലേ? അതിത്തിരി നേരത്തെ ആയിപ്പോയി. നമുക്ക് ഒളിച്ച് കളിക്കണ്ടല്ലോ. എന്ത് തന്നെയായാലും ഞാനുണ്ട് നിൻ്റെ കൂടെ. വീട്ടിൽ നിൽക്കാനായാലും പുറത്തേക്ക് ഇറങ്ങാനായാലും. അവളുടെ വലത് കൈ ഇടത് കൈ കൊണ്ട് പിടിച്ചുകൊണ്ട് നെഞ്ചിൽ ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു അവൻ. ചന്ദനയ്ക്ക് ഒരാശ്വാസവും കിട്ടുന്നുണ്ടായിരുന്നില്ല. വണ്ടി ഓടിക്കൊണ്ടിരുന്നു. ഇടയ്ക്ക് വീട്ടിൽ നിന്ന് വിളി വന്നിരുന്നു. 1/2 മണിക്കൂർ കൊണ്ട് അവിടെ എത്തുമെന്ന് അലോഷി പറഞ്ഞു. വണ്ടി നല്ല സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. വീട്ടിലേക്ക് എത്തുന്തോറും ചന്ദനയുടെ ഹൃദയമിടിപ്പ് കൂടി. ഗേറ്റ് മലർക്കെ തുറന്നു കിടക്കുന്നുണ്ട്. അലോഷി ചന്ദനയെന്ന് നോക്കിക്കൊണ്ട് വണ്ടി പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിറങ്ങി. വാ, അവളെ നോക്കി പറഞ്ഞു അവൻ. ചന്ദന വിറയിലോടെ ഇറങ്ങി. താൻ പേടിക്കാതെ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നു. സീറ്റൗട്ടിൽ എല്ലാവരും നിൽക്കുന്നുണ്ട്. ഏറ്റവും മുന്നിൽ വല്യപ്പച്ചൻ 2 കൈയും കെട്ടി നിൽക്കുന്നുണ്ട്. അലോഷി എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി. എന്താടാ ഞാൻ കേട്ടതൊക്കെ സത്യമാണോ? വാക്കുകൾ കടുപ്പിച്ചുകൊണ്ട് വല്യപ്പച്ചൻ. അതെ, അലോഷി പറഞ്ഞു കഴിഞ്ഞില്ല. അപ്പോഴേക്കും വല്യപ്പച്ചൻ്റെ വലത് കരം അവൻ്റെ ഇടത് കവളിൽ പതിഞ്ഞു കഴിഞ്ഞിരുന്നു. അലോഷി ഞെട്ടിത്തരിച്ചു പോയി. ഇച്ചാ, ചന്ദനയുടെ കരച്ചിൽ ഉയർന്നു. ഏയ്, ഒന്നുമില്ല പെണ്ണെ, അവളെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ.
കെട്ടിയ പെണ്ണിനെ വേലക്കാരിയാക്കാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു? കെട്ടിയ പെണ്ണിനെ അന്തസ്സോടെ കൂടെ നിർത്താൻ കഴിയണം. നട്ടലുള്ള ആണുങ്ങൾക്ക്. വല്യപ്പച്ചൻ്റെ ദേഷ്യം വാക്കുകളായി പുറത്തേക്ക് വീണു.